ഇന്ത്യയുടെ സാങ്കേതിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു ദിവസമാണിന്ന്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് തുടക്കമാവുകയാണ്. ആഗോള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ ആദ്യത്തെ വലിയ AI ഒത്തുചേരലാണിത്. എന്തുകൊണ്ടാണ് ഈ ഉച്ചകോടി ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നതെന്നും ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് നോക്കാം. എന്താണ് ഈ ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം? ലളിതമായി പറഞ്ഞാൽ AI എല്ലാവർക്കും എന്നതാണ് ഈ ഉച്ചകോടിയുടെ കാതൽ. സാങ്കേതിക വിദ്യ വലിയ നഗരങ്ങളിലോ പണക്കാരിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ആദ്യമായി AI അഥവാ കൃത്രിമ ബുദ്ധിയെ കുറിച്ച് നോക്കാം. ഫെബ്രുവരി 19 ഉച്ചകോടി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം വളരെ വലുതാണ്. എന്താണ് ഈ AI? ലളിതമായി പറഞ്ഞാൽ മനുഷ്യനെ പോലെ ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്ന വിദ്യ. പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യ ഇതിനായുള്ള ഒരു വലിയ അടിത്തറ പണിയുകയാണെന്നാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കമ്പ്യൂട്ടിംഗ് പവർ. 2, ഡാറ്റാ സെന്ററുകൾ. നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ഇതുവരെ വിദേശ രാജ്യങ്ങളിലെ സെർവറുകളിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. എന്നാൽ ലോകത്തെ മുഴുവൻ ഡാറ്റയും ഇന്ത്യയിൽ സൂക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മോദി പറയുകയാണ്. ഇത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും? ഡാറ്റാ സെന്ററുകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ആയിരക്കണക്കിന് യുവാക്കൾക്ക് പുതിയ തരം ജോലികൾ ലഭിക്കും. IT മേഖലയിൽ പണ്ട് നടന്ന വിപ്ലവം പോലെ ഒന്നാണ് വരാൻ പോകുന്നത്. കേവലം ഒരു ആപ്പ് ഉണ്ടാക്കുന്നതല്ല, മറിച്ച് ലോകത്തിന്റെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹബ്ബായി ഇന്ത്യയെ മാറ്റാനാണ് നീക്കം. അടുത്ത പ്രധാന പോയിന്റ് കേന്ദ്ര ബജറ്റാണ്. സാധാരണ ഒരു കുടുംബം ബജറ്റ് ഇടുമ്പോൾ മാസം എത്ര കിട്ടും, എത്ര ചിലവാകുമെന്ന് നോക്കും. എന്നാൽ രാജ്യത്തിന്റെ ബജറ്റ് വെറും ഒരു കണക്ക് പുസ്തകമല്ല. ഇവിടെ അദ്ദേഹം ഒരു പ്രധാന വാചകം ഉപയോഗിച്ചു: പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ അഥവാ ഉൽപാദനപരമായ ചിലവുകൾ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പണം വെറുതെ സൗജന്യമായി വിതരണം ചെയ്യുന്നതിന് പകരം ആ പണം ഉപയോഗിച്ച് റോഡുകളും ഫാക്ടറികളും റെയിൽവേയും നിർമ്മിക്കുക. ഇതുവഴി ഭാവിയിൽ വരുമാനം വർദ്ധിക്കുകയും കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. വോട്ടിന് വേണ്ടിയുള്ള താൽക്കാലിക പ്രഖ്യാപനങ്ങളെക്കാൾ ദീർഘാടിസ്ഥാനത്തിലുള്ള വികസനത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. രാജ്യസുരക്ഷയുടെ കാര്യത്തിലേക്ക് വരാം. ഇത്തവണത്തെ ബജറ്റിൽ പ്രതിരോധത്തിന് 7.85 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് വലിയൊരു തുകയാണ്. എന്തിനാണ് ഇത്രയും പണം? ആഗോളതലത്തിൽ യുദ്ധങ്ങളും അനിശ്ചിതത്വങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സജ്ജമായിരിക്കണം എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. സൈന്യത്തെ ആധുനികവൽക്കരിക്കുക, പുതിയ സാങ്കേതിക വിദ്യകൾ സൈന്യത്തിൽ എത്തിക്കുക എന്നിവയാണ് ലക്ഷ്യം. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സൈനിക നീക്കങ്ങളിൽ നമ്മുടെ സേന കാണിച്ച കരുത്ത് ഈ പരിഷ്കാരങ്ങളുടെ ഫലമാണെന്നും മോദി വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പണം പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്: എല്ലാ കാര്യങ്ങളും സർക്കാരിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഇത്രയും കാലം സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ഇനി സ്വകാര്യ കമ്പനികൾ മുന്നോട്ട് വരണം. ഇന്ത്യൻ കമ്പനികൾ ലാഭമുണ്ടാക്കാൻ മാത്രം ശ്രദ്ധിക്കാതെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ഗവേഷണങ്ങൾക്കും പണം ചിലവാക്കണം. ലോക വിപണിയിൽ ചൈനയോടോ അമേരിക്കയോടോ മത്സരിക്കണമെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കണം. സർക്കാർ വഴിയൊരുക്കും, പക്ഷെ ആ വഴിയിലൂടെ ഓടേണ്ടത് സ്വകാര്യ മേഖലയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് രാജ്യത്തെ വ്യവസായ മേഖലയിൽ വലിയൊരു മത്സര ബുദ്ധി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഈ ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ അഭിമുഖം ശ്രദ്ധേയമാണ്. കേവലം സാങ്കേതിക വിദ്യയെ കുറിച്ച് മാത്രമല്ല, അത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ എങ്ങനെ മാറ്റമുണ്ടാകും എന്നതാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തെ മുഴുവൻ വിവരങ്ങളും സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും ഇന്ത്യയെ ഞങ്ങൾ ക്ഷണിക്കുന്നു എന്നാണ് മോദി പറയുന്നത്. ഇതിനർത്ഥം ഭാവിയിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഡിജിറ്റൽ ഡാറ്റയുടെ കേന്ദ്രമായി ഇന്ത്യ മാറാൻ പോവുകയാണ്. പലർക്കും ഒരു പേടിയുണ്ട്, AI വന്നാൽ ജോലി പോകുമോ എന്ന്. എന്നാൽ പ്രധാനമന്ത്രി പറയുന്നത് നേരെ തിരിച്ചാണ്. ഈ ഡാറ്റാ സെന്ററുകൾ നമ്മുടെ നാട്ടിൽ വരുന്നതോടെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് യുവാക്കൾക്കായി തുറക്കപ്പെടുന്നത്. പഴയ ടൈപ്പ് ജോലികൾക്ക് പകരം പുതിയ കാലത്തെ സാങ്കേതിക ജോലികൾ ഗ്രാമങ്ങളിൽ പോലും എത്തും. ഇതിനായി വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. സുഹൃത്തുക്കളെ, മോദി സർക്കാരിന്റെ ഭരണത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രധാന സംഗതി പരിവർത്തനമാണ്. അത് വെറും മാറ്റമല്ല, മറിച്ച് സിസ്റ്റത്തെ മൊത്തമായി ആധുനികവൽക്കരിക്കുക എന്നതാണ്. 10 വർഷം മുമ്പ് നമ്മൾ സ്വപ്നം പോലും കാണാത്ത വേഗതയിലാണ് ഇന്ന് ഇന്ത്യയിൽ ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുന്നത്. ഇതേ വേഗതയിൽ AI സാങ്കേതിക വിദ്യയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് AI വഴി ഏത് വിവരവും സ്വന്തം ഭാഷയിൽ ലഭ്യമാക്കുക.
കർഷകർക്ക് കാലാവസ്ഥയെക്കുറിച്ചും മണ്ണിന്റെ ഗുണത്തെക്കുറിച്ചും കൃത്യമായ വിവരം നൽകി വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുക, ഗ്രാമങ്ങളിലെ ചെറിയ ക്ലിനിക്കുകളിൽ പോലും AI ഉപയോഗിച്ച വലിയ രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ ഡോക്ടർമാരെ പ്രാപ്തരാക്കുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ കൈവരിച്ച അടിസ്ഥാന സൗകര്യ വികസനം വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായതും മെട്രോ സർവീസുകൾ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിച്ചതും ഗ്രാമങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് എത്തിയതും AI പോലുള്ള സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മെ സഹായിച്ചിരുന്നു. തകർന്നതും കാലഹരണപ്പെട്ടതുമായ പഴയ സംവിധാനങ്ങളിൽ നിന്ന് ഇന്ത്യ പുതിയൊരു യുഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഭരണശൈലിയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ദീർഘാടിസ്ഥാനത്തിലുള്ള പ്ലാനിംഗ്. ഈ അഭിമുഖത്തിലും അദ്ദേഹം അത് വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള സൗജന്യ പ്രഖ്യാപനങ്ങളെക്കാൾ 2047 ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന വികസിത് ഭാരത് ലക്ഷ്യത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ടാണ് IT മേഖലയ്ക്ക് ശേഷം രാജ്യം എങ്ങോട്ട് പോകണമെന്ന ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം AI മിഷനെ ഉയർത്തി കാണിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർന്നു കേൾക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഗ്ലോബൽ സൗത്ത് എന്ന ആശയത്തിലൂടെ വികസ്വര രാജ്യങ്ങളുടെ നേതാവായി ഇന്ത്യ അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത്. ഈ AI ഉച്ചകോടി അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണ്. വൻ ശക്തികൾ മാത്രം വിവര സാങ്കേതിക വിദ്യ കൈവശം വെക്കുന്നതിനെതിരെ അതെല്ലാവർക്കും തുല്യമായി ലഭിക്കണമെന്ന് വാദിക്കുന്നതിലൂടെ ഒരു പുതിയ ആഗോളക്രമം തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി മോദിയുടെ ഈ നീക്കങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം. അദ്ദേഹം ഇന്ത്യയെ വെറും ഒരു വിപണിയായിട്ടല്ല, മറിച്ച് ലോകത്തിന് ദിശ കാണിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് കാണുന്നത്. അത് പ്രതിരോധത്തിലായാലും AI ആയാലും ഇന്ത്യൻ കരുത്ത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. ഈ ഉറച്ച നിലപാടാണ് വിദേശ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യ ഇന്ന് കേവലം ഒരു കാഴ്ചക്കാരനല്ല, മറിച്ച് ലോകത്തിന്റെ സാങ്കേതിക ഭൂപടത്തിൽ മാറ്റങ്ങൾ തീരുമാനിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു. ഇന്ന് തുടങ്ങിയ ഈ AI ഇമ്പാക്ട് ഉച്ചകോടി കേവലം 5 ദിവസത്തെ ഒരു ആഘോഷമല്ല, മറിച്ച് വരും തലമുറയുടെ തൊഴിൽ രീതികളെയും നമ്മുടെ ദൈനംദിന ജീവിതത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ വിപ്ലവത്തിന്റെ തുടക്കമാണ്. പലപ്പോഴും പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട്. കമ്പ്യൂട്ടറുകൾ വന്നപ്പോഴും ഇന്റർനെറ്റ് വന്നപ്പോഴും ഉണ്ടായ അതേ ആശങ്ക ഇന്ന് AI കുറിച്ചും പലർക്കുമുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സാങ്കേതിക വിദ്യയെ സാധാരണക്കാരന്റെ വളർച്ചയ്ക്കുള്ള ഒരു ഉപകരണമാക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അത് നമ്മുടെ കർഷകന്റെ കൃഷി മെച്ചപ്പെടുത്തുന്നതിലായാലും ഒരു വിദ്യാർത്ഥിക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കുന്നതിനായാലും അല്ലെങ്കിൽ നമ്മുടെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിലായാലും സാങ്കേതിക വിദ്യ മനുഷ്യന് പകരക്കാരനാകാനല്ല, മറിച്ച് മനുഷ്യന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ വലിയൊരു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ആധുനിക സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള ഒരു കുതിപ്പാണ്. അതിനായി സർക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന ഈ ഉച്ചകോടിയും പുതിയ ബജറ്റ് വിഹിതങ്ങളും വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇതിന്റെ പൂർണ്ണമായ വിജയം എന്നത് സർക്കാരും സ്വകാര്യ മേഖലയും ഒപ്പം സാധാരണക്കാരായ നമ്മളും ഈ മാറ്റങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യയുടെ ഈ കുതിപ്പിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.